എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സ്റ്റാൻഡ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. ഞാൻ വിചാരിച്ച അത്ര വലുപ്പമില്ലെങ്കിലും കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വെള്ള സ്റ്റാൻഡ്, വയർ സ്റ്റാൻഡ്. നമ്മളൊരു പില്ലാറിൻ്റെ സൈഡിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 2 സ്റ്റാൻഡ് കൂടി ഉണ്ട്. അപ്പോൾ പഴയ ഫോട്ടോകളൊക്കെ ഒന്ന് ഇൻഡോർ അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വയ്ക്കുന്നതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് പഴയ മണ്ണക്കായ പോട്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഫിലോഡെൻഡ്രോൺ തന്നെയാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഫിലോഡെൻഡ്രോൺ ആണ് എപ്പോഴും ഒരു ഫോട്ടോ ഫ്രെയിം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ. അതുകൊണ്ട് അതിനെ തന്നെ നമ്മൾ ഒരു വലിയ ചെടിയിൽ നിന്ന്, മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ച് മാറ്റി പെട്ടെന്ന് ഉണ്ടാവാൻ എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ഈ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റികളാണ്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒരു ഗ്രീനിഷ് ലുക്ക് തരികയും അത്യാവശ്യം ഒരു വെയിറ്റൊക്കെ കൊണ്ട് ലോ മെയിൻ്റെനൻസ് ആയിട്ട് വളർത്താൻ പറ്റുകയും ചെയ്യുന്നൊരു ചെടിയാണ് ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസുകൾ. കണ്ടില്ല, ഇത് മദർ പ്ലാന്റ് ആണ്. അത്രയും വേരുകളുണ്ട്. ഈ വേരുകളൊന്നും ആവശ്യമില്ല. നമ്മൾ പോട്ടിനനുസരിച്ച് ഈ വേരുകൾ ചെറുതാക്കി കഴിഞ്ഞാലും ഇതിന് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. ഞാൻ ചെറിയൊരു പോട്ടിലേക്കാണ് ഇത് എടുത്തിരുന്നത്. കുറേ വേരുകളൊക്കെ വെട്ടി. ഫൈനൽ ലുക്ക് ഈ ഫിലോഡെൻഡ്രോൻ്റെ എങ്ങനെയാണ് മദർ പ്ലാന്റിൽ നിന്ന് പറിച്ചത് തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള നന്ദ്യാർവട്ടത്തിൻ്റെ അതിൻ്റെ ചെടിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ചെടിയുടെ പൂവാണിത്. ഓക്കെ, അങ്ങനെ ഫൈനൽ ലുക്കിൽ നമ്മളെല്ലാ 6 ടയറുണ്ട്. ആ 6 ടയറിലും നമ്മൾ വൈറ്റ്, ഒരു കളർഫുൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്, യെല്ലോയിഷ് പോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് തിക്കായിട്ട് നല്ല ഒരു ഭംഗി